വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് അക്കൗണ്ടൻസിയിൽ നിന്നും കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് ഉള്ള ക്ലാസ്സുകളിൽ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഈസ് ടേംഡ് ആസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായി വരുന്ന നമുക്കുണ്ടാവുന്ന എക്സ്പെൻസസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ബിസിനസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉണ്ടാവുന്ന എക്സ്പെൻസസ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് റവന്യൂ ഓവർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ. The excess of the operating revenue over operating expenses are known as operating profit. Operating profit. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനു മുൻപുള്ള ക്ലാസ്സുകളെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ മനസ്സിലേക്ക് വരും. അപ്പോൾ എല്ലാവരും അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാലൻസ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ്. ദ ബാലൻസ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് ബാലൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ്. ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് തന്നെ ആവണമെന്നില്ല, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ആവും. അപ്പോൾ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതലാവുന്നതെങ്കിൽ നമുക്കവിടെ എന്തായിരിക്കും? ഗ്രോസ് ലോസ് ആയിരിക്കും, അല്ലേ? നമ്മളിതിന് മുൻപൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആണ്. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് profit and loss account is more than the debit side, then there will be net profit, and the debit side of profit and loss account is more than the credit side, then there will be net loss. അത് നമുക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഡാഷ്. എന്താണ്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഡാഷ്. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് മൈനസ് നെറ്റ് സെയിൽസ് ഈക്വൽ ടു ഗ്രോസ് ലോസ്. ഡാഷ് മൈനസ് നെറ്റ് സെയിൽസ് ഈക്വൽ ടു ഗ്രോസ് ലോസ്. എന്താണ് വരുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമൗണ്ട് സ്പെൻറ്റ് ഡയറക്ട്ലി ഓൺ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഈസ്. എമൗണ്ട് സ്പെൻറ്റ് ഡയറക്ട്ലി, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. എമൗണ്ട് സ്പെൻറ്റ് ഡയറക്ട്ലി ഓൺ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. വാല്യൂ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ ക്യാഷായിട്ടും സാധനം വാങ്ങിക്കും, ക്രെഡിറ്റ് ആയിട്ടും വാങ്ങിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ വാങ്ങുന്നതിന് എന്താ നമ്മൾ പറയുക? പർച്ചേസസ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ബട്ട് ലേറ്റർ റിട്ടേൺ ടു കസ്റ്റമേഴ്സ്. വാല്യൂ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്, ഗുഡ്സ് വാങ്ങുന്നത് ക്രെഡിറ്റ് ആയിട്ടാണ്, ബട്ട് ലേറ്റർ ഇറ്റ് ഈസ് റിട്ടേൺ ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുത്തു, അല്ലേ? നമ്മൾ വാങ്ങിക്കുകയാണ്, നമ്മളെ ബിസിനസ് വാങ്ങിക്കുകയാണ്, ഗുഡ്സ് വാങ്ങിച്ചു, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ടു കസ്റ്റമേഴ്സ്, നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നതാണ് പർച്ചേസസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് റിട്ടേൺ ബൈ ദ കസ്റ്റമേഴ്സ് ഈസ് നോൺ ആസ്. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് റിട്ടേൺ നമുക്ക് തിരിച്ചു തരികയാണ്, അല്ലേ? നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തിരിച്ചു തരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെ ആൻസർ സെയിൽസ് റിട്ടേൺസ്. ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് റിട്ടേൺ ബൈ ദ കസ്റ്റമേഴ്സ് ഈസ് നോൺ ആസ് സെയിൽസ് റിട്ടേൺ. വാല്യൂ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ബട്ട് ലേറ്റർ റിട്ടേൺ ടു കസ്റ്റമേഴ്സ് ഈസ് നോൺ ആസ് പർച്ചേസസ് റിട്ടേൺസ്. Next one is a receipt or income derived not by running the business is known as a receipt which is the receipt which is derived not by running the business. അതായത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് ആൻസർ. അപ്പം ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്ന റെസിപ്റ്റ് അല്ല, അല്ലേ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ദ റെസിപ്റ്റ് ഡ്യൂ ടു ലോൺ, അല്ലേ? നമ്മളെ ബിസിനസ് എന്തെങ്കിലും ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബിസിനസ് കണ്ടക്ട് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് അല്ല. ആ ലോൺ എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എമൗണ്ട്, അല്ലാതെ നമ്മൾ ബിസിനസ് നടത്തിയിട്ട് കിട്ടുന്ന ഇൻകം അല്ല. അങ്ങനെ വരുന്നതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ദെൻ ക്യാപിറ്റൽ റെസിപ്റ്റ് ക്രിയേറ്റ്സ് ഡാഷ് ടു എ കമ്പനി. അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ഒരു കമ്പനിക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ലാബിലിറ്റിയാണ്, അല്ലേ? ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് കമ്പനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ആ ലോൺ എമൗണ്ട് തിരിച്ച് പേയ്മെൻറ്റ് നടത്തണം, അല്ലേ? സോ ദ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ക്രിയേറ്റ് എ ലാബിലിറ്റി ടു ദ കമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനി ഇൻകം ഏൺഡ് ബൈ ക്യാരിങ് ഓൺ ദ ബിസിനസ് ഈസ്. എനി ഇൻകം ഏൺഡ് ബൈ ക്യാരിങ് ഓൺ ദ ബിസിനസ്. ഒരു ബിസിനസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം, അതാണ് എന്ത്? റവന്യൂ റെസിപ്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റെസിപ്റ്റ് നോട്ട് ബൈ റണ്ണിങ് ദ ബിസിനസ് റൺ ചെയ്തിട്ടുള്ള റെസിപ്റ്റ് അല്ല. ബട്ട് റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റെസിപ്റ്റ് ബൈ റണ്ണിങ് ദ ബിസിനസ്, റവന്യൂ റെസിപ്റ്റ്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് റെസിപ്റ്റ്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ബിസിനസ് നടത്തിയിട്ട് ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റെസിപ്റ്റാണ്. അപ്പോൾ അതെന്തായാലും ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ല. കാരണം ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ബൈ റണ്ണിങ് ബിസിനസ്സാണ്. നമ്മൾ ലോൺ എടുത്തിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റവന്യൂ റെസിപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റെസിപ്റ്റ് ഈസ് റിക്കറിങ് ഇൻ നേച്ചർ. റിക്കറിങ് മീൻസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ വരുന്നത് റവന്യൂ റെസിപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ റെസിപ്റ്റ് റിസീവ്ഡ് റെഗുലർലി വരുന്നതാണെങ്കിലും റവന്യൂ റെസിപ്റ്റ്. റിക്കറിങ് നേച്ചർ റവന്യൂ റെസിപ്റ്റ് ആണ്, റെഗുലർ ആയിട്ട് വരുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് കളക്റ്റീവ്ലി നോൺ ആസ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഈസ് കളക്റ്റീവ്ലി നോൺ ആസ്. ഇത് രണ്ടിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ എന്താണ് പറയുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് എന്ന്, അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം? വി ഷുഡ് പ്രിപ്പയർ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് കളക്റ്റീവ്ലി നോൺ ആസ്, രണ്ടും കൂടി ചേർന്നിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും നന്നായിട്ട് എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ക്ലാസ്സിലൊക്കെയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിക്കാണും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒരു സെപ്പറേറ്റ് ബുക്ക് തന്നെ എഴുതി വെച്ചിട്ട് പഠിക്കുക. നന്നായിട്ട് റിവിഷൻ ചെയ്യുകയും ചെയ്യുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, എല്ലാ വീക്കെൻഡിലും നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം ഒരു ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എന്നതാണെങ്കിൽ ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകളെല്ലാം ഫോളോ ചെയ്ത് അതിൻ്റെ നോട്ടൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് റിവൈസ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്